ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും പോത്തിനെ ഇപ്പോൾ ഡെയിലി തോട്ടിക്കൊണ്ട് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു താനെ ഇതാ വന്നിറങ്ങി നമ്മളിപ്പോൾ എത്തിയുള്ളൂ. ഞാനും അപ്പവും മിക്കൊക്കെ കൂടെ ഒന്നിച്ചാണ് വന്നത്. ഇതാ തോട്ടിൽ വന്ന് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ട് ഞാനും അപ്പവും ഇതാ മിക്കും ഞങ്ങൾ മൂന്നാളും ഇവർ പോത്തുകൾ ഇതാ വെള്ളത്തിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെയും നോക്കിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നിങ്ങൾ വേണ്ട വെള്ളത്തിൽ കിടക്കുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത്. ചൂടൊക്കെ നല്ല ചൂടൊക്കെ ആയിക്കഴിഞ്ഞ് ഇവർക്ക് വെള്ളം വേണം ഇതുപോലെ ഇങ്ങനെ കിടക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചൂട് സഹിക്കില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ ചൂടൊന്നും കൊണ്ട് ഇവൻ്റെ തൊലിയൊക്കെ അടർന്നു പോകും. ഇവൻ്റെ തൊലി ഭയങ്കര സോഫ്റ്റാണ്, അതിങ്ങനെ അടർന്നു വരും. ഇപ്പോൾ ബ്ലഡും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഇവർക്ക് കിടന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ശരീരം പൊട്ടലൊക്കെ കുറയ്ക്കാൻ നമുക്ക് കൂളിയിടില്ലേ. നമ്മൾക്ക് ശരിക്കും കുളിക്കുമ്പോൾ തലയൊക്കെ മുങ്ങിയിട്ട് അതുപോലെയൊക്കെ ഇവർ കാണിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ. കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരാളാണ് മുങ്ങി കിടക്കണം. അത്രയും ചൂട് ഇവർക്ക് ചൂട് കുറയ്ക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ സ്വയം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ശരീരത്തിൽ ഫുള്ളും വളമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ എത്ര നേരം കിടക്കണം അത്ര നേരം അത് കുതിരുമല്ലോ. അത് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ കുതിർത്തിട്ട് കഴുകാൻ വേണ്ടിയിരിക്കുകയാണ്. വേണ്ട മൂന്നാളും കൂടെ നീരാടി അവിടെ എത്തി നോക്കുക ഗൈസ്. നമ്മുടെ പോത്തപ്പന്മാർ അതാ കൂളിയിട്ട് അവിടെ എത്തി വെള്ളത്തിൽ കിടക്കിടുന്നത്. രാവിലത്തെ വെയിലിന് ഭയങ്കര ചൂട് കിട്ടുക. സമയം ആകെ 8 മണി 8:30 എന്തോ ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ചൂട്. നമ്മുടെ പോത്തപ്പന്മാർ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് പേടിയിട്ട് പാമ്പുണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് പോയി നിൽക്കാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ കുതിർത്താനിട്ടിരിക്കുകയാണ്. അവർ കുളിക്കുകയാണ്. കുതിർത്ത് കഴിയുമ്പോൾ അപ്പോൾ പോയിട്ട് കഴുകി വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോത്തുകൾ ഇതാ കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുകലൊക്കെ കഴിഞ്ഞ് ഇതാ പോത്തുകൾ കയറി വരുന്നുണ്ട്. നമുക്കൊരു ഇരുണ്ടതായതുകൊണ്ട് വിളിച്ചിട്ട് അറിയുന്നില്ല. രണ്ടാളും കൂടെ അവിടെ കൊമ്പ് കോർത്ത് കളിക്കുക. വീണ്ടും കിടന്നു. അപ്പോൾ നമ്മുടെ പോത്തുകളിനെ വെള്ളത്തിൽ ഇറക്കിയാലുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അവർ വെള്ളത്തിൽ കാണിക്കുന്നതും കൂളിയിട്ട് കുളിക്കുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും പിന്നെ അവർ തന്നെ താനേ മതിയാകുമ്പോൾ കയറി വരുന്ന ഒരു കുഞ്ഞ വീഡിയോ ആണ് കേട്ടോ. രണ്ടാവും വീണ്ടും കിടന്നു. അവിടെ നിന്ന് നടന്നു പിന്നെണ്ടപ്പോൾ കയറാനാണ് വിചാരിച്ചവർ വീണ്ടും കിടന്നു. അപ്പോൾ അവർ കിടക്കട്ടെ ഗൈസ്. അപ്പോൾ ഇനി ഇവർ ഇതൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഒന്ന് ഇതാവട്ടെ. അത് ഒരാൾ നോക്കുന്ന നീന്തലടിച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല കൂളിയിട്ട് പിന്നെ നോക്ക് കറക്റ്റ് നമ്മളൊക്കെ നീന്തുന്ന പോലെ വരുന്നുണ്ടാ. ഇനി ഇവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കെട്ടിയിട്ട് വെള്ളമൊക്കെ കൊടുക്കും. പിന്നെ ഇവർക്കൊരു ഗുണമുണ്ട് കേട്ടോ. എന്താ പറയുക, നന്നായി വെള്ളത്തിലൊക്കെ കിടന്നു വന്നു കഴിഞ്ഞാൽ നന്നായി മേയും. നോക്കതാ കുണ്ടം പോത്താണ് തോന്നുന്നു. കൂളിയിട്ടതാ നമുക്ക് നീന്തിയിട്ടാണ് വരുന്നത്. അതാ വേണ്ട വെള്ളത്തിൽ കിടന്നു. മൂന്നാളും വെള്ളത്തിൽ കിടന്നു. കൂളിയിട്ട് കുളിക്കുന്ന പോത്തുകുട്ടികൾ നമ്മുടെ പോത്തപ്പന്മാരെ വേണ്ട. അവർക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവർ തന്നെ തനിയെ വന്നിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാറുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഇപ്പത്തിന് രാവിലെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ചൂട്, നമുക്കേ ചൂട് സഹിക്കുന്നില്ല. പിന്നെ പോത്തുകളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് പൊതുവേ തണുപ്പും വെള്ളവും ചളിയും ഇതിലൊക്കെ കിടന്ന് ഉഴയ്ക്കണം. അവരങ്ങനെയാണ്. ഈ കാഴ്ചയാണ് നല്ല രസമല്ലേ. ഇങ്ങനെ പോത്തുകൾ വെള്ളത്തിലേക്ക് കിടന്നിങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സ്ഥിരം കാണുന്നവർ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അതുപോലെ പുതിയതായിട്ട് വരുന്നവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഓരോ പോത്ത് ജീവിതത്തിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇവരെയും കൊണ്ട് വീട്ടിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ കൂടുതലെടുത്ത് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വെള്ളം കൊടുത്തവരെ കെട്ടിയിട്ടാ ഗൈസ്. ഇതാ കയറി വരുന്നുണ്ട്. മിക്കും ഇതാ ഒരാൾ കയറി വരുന്നുള്ളൂ കേട്ടോ. ഇതാ ഇവിടെ ഗുണ്ടം പോത്ത് അപ്പോഴും ലാസ്റ്റേ കയറി വരുള്ളൂ. ഇതാ പാടത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതാ അപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. പാടത്തേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചിട്ട് വേറെ ഒരാൾ പുറകിലുണ്ട്. അപ്പോൾ ഇനി ഇവരിങ്ങനെ മേഞ്ഞ് വീട്ടിലെത്തിച്ചിട്ട് വെള്ളം കൊടുക്കുക, അത്രേ ഉള്ളൂ. കാരണം വെള്ളത്തിൽ നന്നായി കിടന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. വെള്ളത്തിൽ നന്നായി കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മേഞ്ഞിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. അതാണ് നമുക്കൊരു ഗുണം ഇവരെ കൊണ്ട്. അതുകൊണ്ട് പോത്തുകൾ ഇതേ മേഞ്ഞ് വരുന്നുണ്ട്. പാടത്തേക്ക് ഇറങ്ങാണ്ട് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.